കുറ്റി കുരുമുളക് ഉണ്ടായിക്കോട്ടെ. ഈ ഒരു സാധനം ഇല്ല, അത് പറ്റില്ല. ഇങ്ങനത്തെ ശിഖരങ്ങൾ ഇങ്ങനെയുള്ള വൈറസ് അറ്റാക്ക് അല്ലല്ല, വൈറസ് അറ്റാക്ക് അല്ല. ഇത് പ്രകൃതിയിൽ വരുന്ന കുത്തുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ അതൊന്നും നോക്കണ്ട. ഇവിടെ ഈ കുരുമുളക് കിട്ടുമെന്ന് നോക്കിയാൽ മതി. വെബ്കോഫ് ലാൻഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ കൃഷിയിടം വിസിറ്റ് ചെയ്യാനെത്തിയ കർഷകരെയും അതുപോലെ ഇവിടെ വിസിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കേരളത്തിനുള്ളിൽ നിന്നും അതുപോലെ കേരളത്തിൽ നിന്ന് പുറത്തു നിന്നും ആളുകൾ ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യാറുണ്ട്. ഞായറാഴ്ച ദിവസങ്ങളിലാണ് ഇവിടെ സന്ദർശിക്കാനുള്ള അവസരം. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വിസിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ഒന്ന് വിളിച്ചിട്ട് ആദ്യം തന്നെ പറഞ്ഞിരിക്കണം. എന്തായാലും വീഡിയോ കാണുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. എന്തായാലും നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. വീഡിയോ ഞങ്ങൾ കുറെ കണ്ടു, നല്ല വീഡിയോകളാണ്. പഠിക്കണം. നമ്മൾ ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടൊന്നും കാര്യമില്ല. ഇതിന്റെ ഇലകൾ കൂടെ എങ്ങനെ വളം കൊടുക്കാം, ഏതൊക്കെ ടൈമിന് കൊടുക്കാം, എങ്ങനെ കൊടുക്കാം, പോളിയാർ ചെയ്യുന്ന ടൈം ഏതാണ്, അതൊക്കെ പഠിക്കണം. കുരുമുളക് എങ്ങനെ പോയാൽ ഈ കുരുമുളകിനോട് എല്ലാവർക്കും സ്നേഹം ഭയങ്കര. അതെന്താ പറയാ, പഴയ കൃഷി തന്നെയാണ് എല്ലാവരും തുടർന്നു പോകുന്നത്. അതിനൊരു മാറ്റം വരുന്നില്ല ആരും. അതിനൊരു മാറ്റം കൊണ്ടുവരികയാണെങ്കിൽ കുഴപ്പമില്ല. ഇത്ര റിസ്ക് എടുക്കാനൊന്നുമില്ല. കുറ്റി കുരുമുളകാണ് റിസ്ക് എടുക്കാറില്ല. ഇത് പുതിയ വെറൈറ്റിയാണ്. അത് ഇതിങ്ങനെ ഏതാണ്ടല്ലേ ചൂട് കൂടുതലാണ്. അപ്പൊ നമുക്ക് വെള്ളം കൊടുക്കാൻ എനിക്ക് അതിന് ടൈം കിട്ടുന്നില്ല. അല്ല, നിറച്ച് പിടിക്കും. ഇവര് കാണുന്ന യൂട്യൂബ് പിന്നെ നമ്മൾ കാണിക്കണ്ടല്ലോ, വലുതാക്കിയിട്ട് ഇങ്ങനെ കാണിക്കും. നമുക്ക് ഇഷ്ടാവൂല. അപ്പൊ നമ്മൾ ഇത്രയും നല്ല കുരുമുളക് നമ്മളെ കയ്യിൽ വെച്ചിട്ട് ഈ വേറെ കുരുമുളക് പോയിട്ട് നമുക്ക് കാണുമ്പോൾ നമുക്ക് ഒറ്റ സങ്കടം. എന്തിനാ എത്ര ദൂരേക്ക് പൈസ മുടക്കിയിട്ട് വന്നത് നമ്മൾ വിചാരിക്കും. ഇതിപ്പോ നിങ്ങൾ നോക്കിയാൽ ഇത് ഇപ്പൊ അടുത്തൊക്കെ പറിച്ചതാണ്. അതാ പറഞ്ഞ് പറിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ സ്റ്റാർട്ടിങ് ആണ്. അപ്പൊ അത് പറിച്ചു. അപ്പൊ ഇതൊരു വർഷത്തെ എത്ര പ്രാവശ്യം കിട്ടും? 4 വർഷം. 4 വർഷം പറിക്കാം. ഇതിപ്പോ സ്റ്റാർട്ടിങ് ഇപ്പൊ ഓരോ ഇത് കണ്ടില്ല നിങ്ങൾ, ഓരോ ഇത് ഈ മുട്ടിലൊക്കെ വരുന്ന അടി മുതൽ മുകളിൽ വരെ ഇക്കൻസിൽ വരും. അതായത് നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചാല് അതിന് തിരി വരുന്നതാണ്. ഞാൻ അവിടെ കാണിച്ചു തരാം, അതുപോലെ വരും. ഇതിപ്പം ഒരു വയലേരിയകളാണെങ്കിൽ ഇതിന്റെ വെള്ളം വളരെ അല്ല, പിന്നെ വയലിൽ വെക്കുകയാണ് ഒറ്റ മുടക്കലുള്ളൂ. ജീവിതകാലം പിന്നെ മുടക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഒരു പച്ചനെറ്റ് വലിയത് വലിച്ച് കട്ടണം വേനൽക്കാലത്ത്. വേറെ ഒന്നും ചെയ്യാൻ. പിന്നെ കാല് എന്തെങ്കിലും നല്ല ഉറപ്പുള്ളൊരു കാല് PVC-ന്റെ സ്റ്റീലിന്റെ കാലിട്ടാല് അതികഠിനമായ വേനലിന് ഒരു ഷെയ്ഡ് കൊടുക്കണം. അതായത് 32 ഡിഗ്രിയിൽ മുകളിലേക്കാണെങ്കിൽ നമുക്ക് പൊള്ളു. ഇപ്പൊ ഞാൻ അയച്ചു വെച്ചപ്പോഴത്തെ കണ്ടില്ലേ പൊള്ളു കണ്ടു. പൊള്ളയിലെത്തി. അത് അതിൻ്റെ ഒരു ഇല അത് അവിടെ കാണണം. അതാണ്ടോ പൊള്ളയിലേറ്റ്, അതുണ്ടോ, അത് പൊള്ളയിലേറ്റ്. ഇതിന്റെ നമ്മൾ മൂത്ത തണ്ടില് പിന്നെ കൂടി ബഡ് ചെയ്യാൻ പറ്റില്ലായിരിക്കും അല്ലേ? ഇല്ലല്ല, അതിനൊരു പ്രായമുണ്ട്. ഇത് ഈ മൂപ്പിലാണ് നമ്മൾ ചെയ്യുക. ഈ മൂപ്പിൽ ചെയ്യും. അങ്ങനെയുണ്ട്. നമ്മളിപ്പോ ഈ മൂത്ത കണ്ടിച്ച് വിട്ടിട്ട് അടുത്ത് വരുന്ന അതേ പിടിച്ചോളാം അല്ലേ? അല്ല, ഇതിന് മുകളിൽ ചെയ്യാം. മുകളിൽ ചെയ്യാം. എത്ര മുകളിൽ വേണം ചെയ്യാം? ഇളം തണ്ട് വരുന്നിടത്തേക്ക് ചെയ്യാം അല്ലേ? ഇപ്പൊ നമ്മൾ അവിടെ ചെയ്ത് ഇതിന് കയറ്റായിരുന്നു. തെഴുത്തില്ല, ചെറിയൊരു വള്ളി വെച്ചിട്ടുള്ളൂ. തെഴുത്തില്ല, ഇത് കയറി വന്നോളൂ. ഇതിനെ നമ്മളെന്ത് ചെയ്യും, ഇങ്ങനെ ആയതിനു ശേഷം ഇങ്ങനത്തെ വലിയ കവറിലേക്ക് പോകും. എൻ്റെ അടുത്ത് ഇതിന്റെ ചൂട് വന്ന് വലിയ കായായി. ഇതിന്റെ കായായി. അത് തന്നെ, ഇത് കായായിക്കോട്ടെ. ഇതിന്റെ തലഭാഗം എടുത്ത് വെള്ളത്തിലിടുക വേഗം തന്നെ. കുപ്പിയിലതാ. ഇതെങ്ങനെ 1 മാസം കൊണ്ട് നിങ്ങൾക്ക് വേരാവും. നല്ല ശക്തമായ വേര് കണ്ടോ അല്ലേ? ഇതാണോ ഇങ്ങനെ വേരാവും. ഇങ്ങനെ വേരാകുമ്പോൾ നമ്മൾ ആ ചെറിയ കവർ എടുത്തിട്ട് അതിനകത്ത് പിന്നെ കുറച്ച് പിന്നെ നമ്മളിങ്ങനെ ചെയ്യുന്നത് കരിയിലപ്പൊടിയും മണ്ണും മേൽമണ്ണും ചാളപ്പൊടിയും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇതിന് വെക്കുക. അപ്പോൾ പെട്ടെന്നാവും. 3 മാസം കൊണ്ട് ഇത് നട്ടിട്ടുണ്ടെങ്കിൽ 3 മാസം ഇത് ചെയ്യാം അല്ലേ? 3 മാസം ചെയ്യും. വെള്ളത്തിൽ എത്ര ദിവസം വേണം ഇങ്ങനെ വേര് പിടിക്കാൻ? അത് 20-22 ദിവസം കൊണ്ട് മതി. അല്ല, 1.5 ഗ്രാമിൽ 1.5 ഗ്രാമിൽ അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന് തുറക്കുമെന്ന് അറിയില്ല. മീനങ്ങാടി പോവുകയാണെങ്കിൽ മീനങ്ങാടിയിൽ ഒരു കട ഉണ്ട്. അവിടെ അമിന ഫിഷ് കിട്ടും. അത് 1.5 ഗ്രാമിൽ അതല്ലേ നമ്മൾ ഉണ്ടാക്കി ഇത് മീനും അതായിട്ട് 60 ദിവസമുണ്ട്. 60 ദിവസമാണ്. 60 ദിവസമാണെങ്കിൽ അത് മതി. എന്നിട്ട് അതിൽ നിന്ന് 1.5 മില്ലി എടുത്തിട്ട് 2 ലിറ്റർ വെള്ളത്തിൽ
എന്നിട്ട് മിക്സ് ആക്കി അടിച്ചെടുക്കുക ന്യൂട്രിയൻസ്. ഞങ്ങൾ കോഴിക്കോട് പോയിട്ടില്ലേ, അതാണ്. ഇല്ല, കോഴിക്കോട് പോവുകയാണെങ്കിൽ നിങ്ങൾ ന്യൂട്രിയൻസ് അവിടെ നിന്ന് കിട്ടും, ഇവിടെ കിട്ടില്ല. എനിക്കൊന്ന് മേടിക്കണം. അടുത്ത് പോകുന്നു. നമ്പർ സേവ് ചെയ്തേക്കണം. എന്തിന് സേവിന്റെ പണി പറഞ്ഞില്ലേ, വരുന്നില്ലേ? ഓ, ഇതുപോലെ പിന്നെ പെട്ടെന്ന് തന്നെ പേര് കാണുമ്പോൾ എടുക്കുന്നത്. വേര് കാണുമ്പോൾ ഈ വെള്ള വേരിൽ നിന്നും ഒരു മഞ്ഞ വേരാവും. ഇത് കണ്ടോ, ഇത് കണ്ടോ, ഇതിന്ന് ഒരു മഞ്ഞ ലേശം കൂടി ആകുമ്പോൾ നമ്മളിത് കട്ട് ചെയ്യണം. അല്ലെങ്കിൽ ആ വേര് കാണുമ്പോഴത്തെ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ സംഭവം എന്താവും, ചീച്ചിട്ട് വരും. അപ്പൊ ഇതേപോലെ തിക്കാവും. മറ്റേനെക്കാട്ടിയും നമ്മൾ സാധാ കവറിൽ വേര് തിക്കാണ്. നിങ്ങളെന്നാണ് കണ്ടപോലെയുണ്ടോ, എത്ര പടുത്ത് സമയം നോക്കി നിൽക്കെ നമുക്ക് സമയം ഇതാ അറിയുമ്പോഴത്തേനും നമുക്ക് സംഭവം. ഇതൊക്കെ മറ്റേ നമുക്ക് ഇതിനെടുത്തൂടെ, എന്തിന് കയറ്റവള്ളിക്ക്. കയറ്റവള്ളിക്ക് ആ, ഇത് കയറ്റവള്ളി കഴിഞ്ഞിട്ട് ഇത് നമുക്ക് പിന്നെ കയറ്റവള്ളി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഭാഗം എടുത്തിട്ട് നമുക്ക് തിപ്പല്ലിയിൽ കൊടുക്കും. അല്ല, ഇത് നമ്മൾ കുറ്റി കുരുമുളക് ഉണ്ടായിക്കോട്ടെ. ഈ ഒരു സാധനം ഇല്ലല്ല, അത് പറ്റില്ല. അത് കയറി നല്ലതായിരുന്നു. കുറ്റി കുരുമുളക് നമ്മൾ ഇങ്ങനത്തെ ശിഖരങ്ങൾ എടുത്ത് ഇങ്ങനത്തെ ശിഖരങ്ങൾ എടുക്കും. ഇങ്ങനെയുള്ള ഇതുണ്ട്, ഇങ്ങനെയുള്ള ശിഖരങ്ങൾ കട്ട് ചെയ്ത് കൊടുക്കും. ഇങ്ങനെയുള്ള ശിഖരങ്ങൾ കട്ട് ചെയ്യും. അങ്ങനത്തെ ശീലങ്ങൾ കട്ട് ചെയ്യണം അല്ലേ? ആ, എന്നിട്ട് അതാണ് കൊടുക്കുന്നത്. നമുക്ക് ആ ബാക്കിൽ തെണ്ടില്ലേ, ആ, ബാക്ക് പഴവരൊന്നുമല്ല കേട്ടോ. ആ, ഒരു ഇത് ഇങ്ങനെ അയക്കണം. അയക്കണം. അങ്ങനെ ആക്കി എന്നും നോക്കണം അല്ലേ. ഇനിയിപ്പോ അടിയിൽ കൂടെ വേര് പിടിപ്പിച്ചാണ് ഇത്. അപ്പൊ ഇത് നമുക്ക് നല്ല ഇതായിരിക്കും. രാവിലെ 1 മണിക്കൂർ അവിടെ നീട്ടുള്ള കുരുമുളകോ, നീട്ടുള്ള കുരുമുളക് ഇതൊക്കെ നീട്ടുള്ളൂ. ഇതാ ഇത് കണ്ടോ നീട്ടുള്ള, ഇത് മൂത്ത് നോക്കണ്ട, അത് വെയിൽ ലേശം കൊണ്ടുപോകും. ഇത് മതി, ഇതിൽ നീട്ടുള്ള ഇതോ നോക്കണേ. ഇതാ, ഇതൊന്നും നമുക്ക് കാണിച്ചു. പിന്നെ അത് അവിടെ ഇത് ഇനം നിങ്ങളടുത്ത് നമ്മൾ കേൾക്കാത്ത പേരാളാണ് കിട്ടുന്നത്. ഇപ്പൊ നമ്മള് ഇതിപ്പോ വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, പിന്നെ ഇത് ഇതുണ്ടോ, ഇങ്ങനെ വരണം അല്ലേ? ഇത് കണ്ടില്ല, ഇത് വെട്ടിയില്ലല്ലോ. ഇങ്ങനെ രണ്ടെണ്ണം പൈക്കൊക്കെ വന്നാൽ കുറ്റിക്കുരുമുളകിന് പറ്റില്ലല്ലോ. ഇല്ലല്ല, അത് നമ്മൾ കുറ്റിക്കുരുമുളക് എടുക്കുന്നതല്ല. കുറ്റിക്കുരുമുളക് നമ്മൾ കണ്ണി തന്നെ, അങ്ങനത്തെ കണ്ണികൾ എടുക്കും. ഇത് തന്നെ ആക്കണം അല്ലേ? ഇത് നമുക്കൊരു വള്ളി കിട്ടി. അവരോട് ചിലർ പറയും നുള്ളി കളയാന്ന്. അപ്പോൾ ഒരു വള്ളിയും കിട്ടും. ഇവിടുന്ന് 3 എണ്ണം വരും. 3 എണ്ണം വരും. ആ 3 എണ്ണം വെച്ചാൽ എത്ര, 3 എണ്ണം ആയില്ലേ? അങ്ങനെ ഒരു മാസം കഴിയുമ്പോഴത്തേന് നമ്മൾ കുറെ ഉണ്ടാക്കി. ഒരു മാസം കൊണ്ട് വരും. ഇതുണ്ടോ വന്നില്ല തിരി. അപ്പോൾ ഇതിങ്ങനെ ഇട്ടിട്ട് കൊണ്ടുപോയാൽ പോരെ. പിന്നെ നിങ്ങൾ കാത്തു നിൽക്കുന്നതിൻ്റെ അവിടെ പോയിട്ട് വീട്ടിൽ നിന്ന് തന്നെ 1-2 മാസം കൊണ്ട് തിരിയാവൂലേ. അപ്പോൾ അത് കൊണ്ടുപോയിട്ടാൽ പോരെ. ഇത് കണ്ടോ, നമ്മളതൊക്കെ ഓഗസ്റ്റ് ആകുമ്പോൾ ഇങ്ങനെ ആവുമല്ലേ? അതിനെ കൊണ്ടുപോയി ഇങ്ങനെ ഇടണം. പന്നീറായതുകൊണ്ടാണ്. പന്നീർ എനിക്ക് നമ്മളെ കൊമ്പുക്കൽ കൊമ്പുക്കലൊക്കെ ഇത്ര ആയിട്ടല്ലേ കൊണ്ടുപോകുള്ളൂ. അത്ര ആയിട്ട് ഈ പൊക്കാവുമ്പോൾ കൊണ്ടുപോയി. എന്നിട്ട് അതിൽ നിന്ന് ഇവിടുന്ന് തന്നെ ഒരു ലെയറിങ് അവിടെ എടുത്തിട്ട് ഒരു വള്ളി അവിടെ ഉണ്ടാക്കി. വേണോ കമ്പിക്കാലൊക്കെ പറ്റുമോ? ഓ, ഏത് പറഞ്ഞു നിങ്ങൾ വരുവോളം നിർത്തണമല്ലോ. പറ്റും അല്ല, ഓഗസ്റ്റിൽ നിർത്തോളോ. ഇത് കണ്ടോ, ഇതിപ്പോ കയറ്റ വള്ളിയാണ്. നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് പറഞ്ഞില്ലേ പിന്നെ സിഗന്തിനി. ഇത് ആ തിരി ഒരു വ്യത്യാസമില്ലല്ലോ. ഇവിടെ അവിടെ പിരിവിരി ഉണ്ടായിട്ടുണ്ട്. ഇത് ഫാമില് പോയാൽ കണ്ടില്ല, ഒരു പുറത്തുള്ള ഒരു വള്ളി കണ്ടിരുന്നു ഇങ്ങനെ സിഗന്തിനി പറഞ്ഞിട്ട്. ആ, അത് ഇത് എന്താ വ്യത്യാസം? ഒരു വ്യത്യാസമില്ല. അത് ശരിക്ക് സുഗന്ധിനി അതല്ല. അത് ഞാൻ അങ്ങോട്ട് പറഞ്ഞു. സിഗന്ധിനി എന്ന് പറഞ്ഞാൽ ഏകദേശം ഈ നീട്ടുണ്ടാവും, ഈ തിരിന്റെ നീട്ടുണ്ടാവും. പിന്നെ ഇങ്ങനെ അവർ അത് സിഗന്ധിനി അറിഞ്ഞിട്ട് കൊടുക്കുക. എനിക്ക് മനസ്സിലായി. അയാൾക്ക് ആകെ പെട്ടുപോയി. ആള് പറഞ്ഞത് പിന്നെ ആള് പറഞ്ഞു കേട്ടില്ലേ, പൈസ മുടക്കിയിട്ട് ഭയങ്കര അബദ്ധമായിപ്പോയി. ഇപ്പൊ ഈ അത് നോക്കുകയാണെങ്കിൽ ഇതൊന്നും ഒന്നുമില്ല. അതിന്റെ കാഭാഗം പൈസ ചെലവാക്കിയിട്ടില്ല. അപ്പൊ അത്രയും ട്രീറ്റ്മെന്റ്. അപ്പൊ അതിന്റെ ഒരു നോക്കും ഫില്ലായിട്ട് വരുന്നുണ്ടല്ലോ. അയാളത് ഒന്ന് ഇവിടെ അതെന്താണ് അത് നല്ല ടൈറ്റിൽ വന്ന വള്ളിയാണ്. ഇങ്ങനെ പോയതാണെന്ന്. അപ്പൊ ഇവരാരെയും ചെന്നിട്ട് പരമാവധി പിടിച്ചു നിർത്തി കൊടുക്കും. അത് നമ്മളെപ്പോലെ ഒന്നും ഇല്ലാതെ ഇപ്പൊ ഇതിനിപ്പോ ഒരു 2 മാസം ഒന്നും ചെയ്തില്ലെങ്കിൽ വള്ളി ഉണ്ടാവും, ഒരു കുഴപ്പമുണ്ടാവില്ല. പക്ഷെ അതുണ്ടാവില്ല. അപ്പൊ അത് ആ ഇതിൽ കൊടുത്ത് നിർത്തുകയാണ്. വളം കൊടുത്തുകയാണ്. വെള്ളം മരുന്നും ഫംഗസൈഡും കൊടുത്തിട്ടാണ് നിർത്തുന്നത് നമുക്ക് കാണാൻ വേണ്ടിട്ട്. പക്ഷെ അതെന്ന് വെച്ചാൽ അടി ഉൽപാദനം കൂട്ടുകയാണ്. അടിയിൽ നിന്ന് കണ്ടമാനം പൊട്ടി വരികയാണ്. അതാണല്ലോ ഒരു ബിസിനസ്.
താഴ്ന്നാളെ കട്ട് ചെയ്തു. ഇതിപ്പോ സാധനം അതിന്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ ആ വള്ളി എടുക്കാൻ ആളുണ്ടാവില്ല. പക്ഷെ പുറത്തുനിന്ന് നമ്മൾ നോക്കുമ്പോൾ ഒക്കെ AC ആണ് അവിടെ, AC-ന്റെ ഉള്ളിലാണ്. ഇത് ഓപ്പണായിട്ട് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കാം. വെയിലും മഴയും കൊണ്ടുണ്ടെങ്കിൽ ആ വള്ളി അത് കയറ്റവള്ളിയാ. വേരി കറുത്ത് കിടക്കുകയാണ്. അല്ല, ഞാൻ അതിന്റെ ഉള്ളിൽ കയറി ബോവെന്നായി പോയി. പക്ഷെ ഞാൻ പിന്നെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഒരു കൂസറും നിങ്ങളത് ഒരു കൂസറും ഇല്ല. എങ്ങനെ കേറ്റവള്ളിയല്ലേ ഇത്? ഇത് കയറ്റവള്ളിയാണ്. കട്ടണ്ട. ഇത് നമ്മൾ പിന്നെ മുറിച്ചെടുക്കും. ഇത് നമ്മൾ ഗ്രാഫ്റ്റിന് എടുക്കുന്നത് ഈ അനം കിട്ടാൻ വേണ്ടിയിട്ട്. ഇതില് പെട്ടെന്ന് തന്നെ തിരി വരും. നിൽക്കുന്നിടത്ത് തന്നെ തിരി വരും. ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ വെള്ളം കയറുന്ന ഒരു സ്ഥലമുണ്ട്, നമുക്ക് അടിച്ച് ഫിനിഷ് ആക്കുന്നത്. പിന്നെ ഇങ്ങനെ വെച്ച് കൊടുക്കും. നിങ്ങളിപ്പോ അവിടെ ചെയ്തിട്ട് AC-ന്റെ ഉള്ളിലല്ലേ ഇത് ചാടുന്നല്ലേ? ഇതാ ഇത് TV1 ഓരോ വ്യത്യാസം ഓരോ കുരുമുളകിനുണ്ട്. ഇത് ഇച്ചിരി കൂടി കൈയാണ് കാണുകയാണ്. ഇപ്പൊ നിങ്ങൾ അവിടെ ചെപ്പ് അവിടെ വിട്ടിട്ടുണ്ടല്ലേ, അതിന് രോഗം വരുന്നില്ല? ഇല്ല. ഇതെന്ത് ചെയ്യണേ? ഏത്? അല്ല, അത് വിഷയമല്ല. അതൊന്നും നമുക്കിവിടെ വിഷയമല്ല. നമുക്കിവിടെ കുരുമുളക് ഉണ്ടായല്ലോ. അത് മൊസൈക്ക് അല്ലേ? അല്ല, മൊസൈക്ക് അല്ല. അല്ല, അതെന്തിനാ അങ്ങനെ ആയത്? അത് കുഴപ്പമില്ല. അത് മാറിക്കിട്ടും. അതിനെന്താ പണി? അതിന് നമ്മള് പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന വളം ഉണ്ട്, അത് അടിച്ചാൽ അത് സ്വതവേ മാറും. അത് മൊസൈക്ക് ഇതേ മറ്റേത് ഇതിന്റെ പെമ്പറിൽ ഇത് വൈറസ് അറ്റാക്ക് അല്ലല്ല, വൈറസ് അറ്റാക്കല്ല. ഇത് ഇതിന്റെ പെമ്പറിലെ ഇൻസെക്ട് നോട്ടില്ല. ഇല്ല സാർ, അത് ചിലപ്പോൾ നമ്മള് മറ്റേത് കുഴമ്പ് രൂപത്തില് അറിയാതെ അടിച്ചു പോയാൽ അങ്ങനെ വരും. നമ്മളുണ്ട് അത് വെള്ളം കൂട്ടി അടിക്കണം. അപ്പൊ ലാസ്റ്റ് വരുന്ന അങ്ങനെ പ്രകൃതിയിൽ കുത്തുകളൊക്കെ ഉണ്ടാവും. ഇതിന്റെ പുറകെ നമ്മൾ പോകുമ്പോഴാണ് കേട് വരിക. ഈ ഇലക്ക് കുത്ത് ഇത് കേടല്ല, മറ്റേ കേടല്ല. ഇതിന്റെ പുറകിൽ നമ്മൾ ഇത് കാണുമ്പോഴത്തേന് മറ്റൊരു പറയും ഇത് അടിച്ചോ മരുന്ന് അടിച്ചോ പറയും. അപ്പൊ ആ എഫ്റ്റ് മാറും. അപ്പൊ രോഗങ്ങൾ വരും. ഇത് പ്രകൃതിയിൽ വരുന്ന കുത്തുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ അതൊന്നും നോക്കണ്ട. ഇവിടെ ഈ കുരുമുളക് കിട്ടുമെന്ന് നോക്കിയാൽ മതി. ഈ തിരിക്ക് നിങ്ങൾ നോക്ക്. ഈ നമ്മളിപ്പോ നാശായത് ഈ വൈറസ് അറ്റാക്ക് ആയിട്ടാ പൂർത്തി പോയത്. ഇതിന്റെ തിരി നോക്ക്. ഇതിന്റെ തിരിയില് മണിപ്പിടുത്തം ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. ഇതിന്റെ തിരി കണ്ടോ നിങ്ങൾ? അതിൽ മണിപ്പിടുത്തം ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. നമുക്ക് ആ മണി വിട്ടണം. അല്ലാതെ വെറുതെ പ്രകൃതിന്റെ കുത്തുകൾ കാണും. ഇപ്പൊ നെല്ലിക്ക മരം നിങ്ങൾ കണ്ടിട്ടോ? അതിന്റെ ഇലയിൽ പല കുത്തുകളും ഇല്ല. അപ്പൊ അതിന് മരുന്ന് അടിക്കാൻ പോകില്ലോ, കായ്ക്കുന്നില്ലേ? അപ്പൊ നമുക്ക് ഈ കായാണ് കിട്ടേണ്ടത് കുരുമുളക്. മറ്റേ കിടുന്നത് പച്ച നിന്ന് വാട് നോക്കണ്ടാവും. ഗ്രാഫ്റ്റ് ചെയ്തതിൽ വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഈ രോഗങ്ങൾ ഇതിപ്പോ ഇത് എന്തെന്നറിയോ? ഇത് നമുക്ക് ഇതിന്റെ കുറവുണ്ട്. പൊട്ടാസ്യത്തിന്റെ കുറവാണ് അത് വരുന്നത്. ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമ്മളെല്ലാവരും ഇങ്ങനെ വീട്ടിൽ വന്ന് സന്ദർശിക്കുന്നതൊന്നും നമുക്ക് എപ്പോഴും വീഡിയോ എടുത്തു വെക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ചെറിയൊരു വീഡിയോ ആയിട്ട് ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ സന്ദർശിക്കണം എന്നുണ്ടെങ്കിൽ മുമ്പ് കാണിച്ചതുപോലെ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നോക്കാം. അതുപോലെ ഞായറാഴ്ച ദിവസങ്ങളിലാണ് ഇവിടെ ഒഴിവുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ വരാൻ ശ്രമിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസൊക്കെ അറിയുള്ളൂ. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.